റവല്യൂഷന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ കാരണങ്ങൾ അമേരിക്കൻ റവല്യൂഷനിലും എൻറ്റയർലി വ്യത്യസ്തമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ, അതായത് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അമേരിക്കൻ വിപ്ലവത്തിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു, കുറെ മെർക്കന്റലിസ്റ്റ് ലോസ് പഠിച്ചു അല്ലെ, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ പഠിച്ചു. പിന്നെ അതേപോലെ തന്നെ അവരുടെ തെറ്റായ നികുതി നയങ്ങള്, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെയാണെന്നാണ് നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിന്റെ കേസിൽ പഠിച്ചത്. എന്നാൽ ഫ്രഞ്ച് റവല്യൂഷന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ പല റീസൺസ് ആയിരുന്നു. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത്, ഫ്രാൻസ് ഭരിച്ചിരുന്നത് ആരായിരുന്നു? ലൂയി രാജാക്കന്മാരായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അവരെന്തായിരുന്നു? ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു. അതായത് സ്വേച്ഛാധിപത്യ, ഏകാധിപത്യ ഭരണാധികാരികൾ എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ളവരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരികൾ. ഏകാധിപത്യ ഭരണാധികാരികളായിരുന്നു. അതേപോലെ തന്നെ എന്തായിരുന്നു, അവിടെ ലൂയി രാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പൊ ഈ ലൂയി രാജാക്കന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവര് ഓട്ടോക്രാറ്റിക് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല, അത് കൂടാതെ അവരെന്തായിരുന്നു, സ്ക്വാണ്ടേഴ്സ് ആയിരുന്നു. ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നവരായിരുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും എല്ലാ റൂളേഴ്സും എന്തായിരിക്കും, ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നവരായിരിക്കും അല്ലെ. സാധാരണക്കാരെ പോലെ ജീവിക്കുന്നവര് വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഇവിടുത്തെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവരെന്തായിരുന്നു, സ്ക്വാണ്ടേഴ്സ് ആയിരുന്നു. അതായത് ധൂർത്തന്മാരായിരുന്നു. ഉള്ള സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്യാ, ധൂർത്തടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിരുന്നില്ല. ഇവരുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിന്നുക, കുടിക്കുക, യുദ്ധം ചെയ്യുക, അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങളിൽ ഏർപ്പെടുത്തുക, അതിന്റെ സമ്പത്ത് മുഴുവൻ എന്ത് ചെയ്യുക, ഇങ്ങനെ തിന്നു കുടിച്ച് നശിപ്പിക്കുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അവരെന്തായാലും നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്, ഭരണാധികാരികൾ സ്ക്വാണ്ടേഴ്സ് ആയിരുന്നു. അതേപോലെ തന്നെ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ആയിരുന്നു. ഏകാധിപത്യ ഭരണാധികാരികളായിരുന്നു, അല്ലെങ്കിൽ സ്വേച്ഛാധിപതികൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. ഫ്രാൻസിലുള്ള റൂളേഴ്സ് ജനങ്ങളുടെ വെൽഫെയറിന്, അതായത് ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം പോലും ചെയ്തിരുന്നില്ല. അപ്പൊ ജനങ്ങളെ എന്ത് ചെയ്യാം, പിന്നെ അവർക്ക് എങ്ങനെയാണ് ഇതേപോലെ സ്ക്വാണ്ടർ ചെയ്യാനും, അതായത് ധൂർത്തടിക്കാനും ഒക്കെ പൈസ എവിടുന്നാ കിട്ടുന്നത്? ജനങ്ങളുടെ അടുത്തുനിന്ന്, പാവപ്പെട്ട ജനങ്ങളുടെ അടുത്തുനിന്ന് ഒരുപാട് തരത്തിലുള്ള ടാക്സുകൾ വാങ്ങിയിട്ട്, ടാക്സുകൾ കളക്ട് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു സമ്പത്ത് അവരുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അവരുടെ ആർഭാടത്തിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഫ്രാൻസിൽ ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് എന്താവും, പ്രതിഷേധം ഉണ്ടാവും അല്ലെ. ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം, ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന, അല്ലെ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നതിന്റെ ചോടയായിട്ട് അവിടുത്തെ രാജാക്കന്മാരുടെ ചില കോട്സുകൾ കാണാം. എന്താ പറയുന്നത് അവര്? അതായത് അവര് പറയുന്നത്, എനിക്കു ശേഷം പ്രളയം, അല്ലെങ്കിൽ രാജാധികാരം എന്ന് പറയുന്നത് എന്താണ്, ദൈവികമാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഡിവൈൻ റൈറ്റ് ഓഫ് മൊണാർക്കി അല്ലെ. രാജാധികാരം ദൈവികമാണ്. ഈ രാജാധികാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർക്ക് കിട്ടുന്നതാണ്. അതിനെ ചോദ്യം ചെയ്യാൻ സാധാരണ ജനങ്ങൾക്ക് ഒരു ആവശ്യവും ഇല്ല, ഒരു അവകാശവും ഇല്ല. രാജാവിനെ ചോദ്യം ചെയ്യാൻ ആർക്ക് മാത്രമേ അവകാശമുള്ളൂ? ഈ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. അതുകൊണ്ട് ദൈവം പറഞ്ഞതാണ്, ദൈവമാണ് ഞങ്ങൾക്ക് ഈ അവകാശം തന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാം. ഞങ്ങളോട് ചോദിക്കാൻ ആകെ അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവം നമുക്ക് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്ക് അനുഗ്രഹമായിട്ട് തന്നതാണ്. അപ്പൊ അത് ഞങ്ങള് ഇതുപോലെ തന്നെ എന്താ പറയാ, വിനിയോഗിക്കുകയുള്ളൂ. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കില്ല. ഞാനാണ് രാഷ്ട്രം, എനിക്ക് ശേഷം പ്രളയം, ഇങ്ങനെ ഒരുപാട് കോഡ്സ് അല്ലെ, അഹങ്കാരമായിട്ട് അഹംഭാവത്തോടെയുള്ള ഒരുപാട് തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു ഫ്രാൻസിലെ റൂളേഴ്സ് എന്ത് ചെയ്തിരുന്നത്, അവരുടെ ഈ ഒരു അവകാശം അല്ലെ ഭരണത്തെ കണ്ടിരുന്നത്. ഡിവൈൻ റൈറ്റ് ഓഫ് മൊണാർക്കി, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണാം. ഡിവൈൻ റൈറ്റ് ഓഫ് മൊണാർക്കി എന്ന് പറഞ്ഞാല് രാജാധികാരം ദൈവികമാണ്. രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എനിക്ക് ശേഷം പ്രളയം, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരു രാജാക്കന്മാരുടെ ചില വാക്കുകൾ നിങ്ങൾക്ക് കാണാം. പിന്നെ അതിൽ പറയുന്ന വേറൊരു റീസൺ, അല്ലെങ്കിൽ ഫ്രഞ്ച് സമൂഹത്തിന്റെ, അല്ലെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ സമൂഹത്തിലുള്ള അവസ്ഥയായിരുന്നു. സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, അവിടെ അതും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. 10ൽ 9 പേര് മരിക്കുന്നത് പട്ടിണി കൊണ്ടാണെങ്കിൽ അതിൽ ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണ്?
ഇൻഡൈജഷൻ, അതായത് ദഹനക്കേട് കൊണ്ടാണ് മരിക്കുന്നത്. അങ്ങനെ ഒരു പ്രസ്താവനയും നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. ഫ്രഞ്ച് സമൂഹത്തിൽ അല്ലെ ഫ്രാൻസിൽ 10 പേര് മരിക്കുന്നത് എങ്ങനെയാണ്? പട്ടിണി കൊണ്ടാണ് മരിക്കുന്നത്. പക്ഷെ അതിൽ ഒരാൾ മരിക്കുന്നത് എങ്ങനെയാണ്? ഇൻഡൈജഷൻ, ദഹനക്കേട് കൊണ്ടാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരാൾ മരിക്കുന്നത് ദഹനക്കേട് കൊണ്ടാണ്. അത് അവരുടെ ആർഭാടത്തെയാണ് കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത്, 10 പേര് എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം അല്ലെ, ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ എങ്ങനെയായിരുന്നു? പട്ടിണിയും ദുരിതങ്ങളും അനുഭവിക്കുന്നവരായിരുന്നു. എന്നാൽ ഒരാള് മാത്രം മരിക്കുന്നത് എങ്ങനെയാണ്? ഇൻഡൈജഷൻ ആണ്. അപ്പൊ അതിൽ നിന്നും മനസ്സിലാക്കാം, ഈ റൂളേഴ്സ് ആയിട്ട് വരുന്നവര് വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൊസൈറ്റിയിൽ ഭൂരിഭാഗം പേരും ആരായിരുന്നു? ഈ പാവപ്പെട്ട ജനങ്ങളായിരുന്നു അല്ലെ, പാവപ്പെട്ട ജനവിഭാഗങ്ങളായിരുന്നു ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. അവർക്കായിരുന്നു ദുരിതം കൂടുതൽ. സൊസൈറ്റിയിലെ ഭൂരിഭാഗം ജനങ്ങളും എങ്ങനെയായിരുന്നു? ദുരിതം അനുഭവിക്കുന്നവരായിരുന്നു. എന്നാൽ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ എന്തായിരുന്നുള്ളൂ? ആർഭാടപരമായിട്ടുള്ളത് അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നു. അവരായിരുന്നു ആര്? ഭരണാധികാരികൾ. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ഈ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളിലോട്ട് പോവാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ഫ്രാൻസിന്റെ ഒരു എന്താ പറയാ ഒരു മാപ്പാണ് കാണുന്നത്. ഫ്രാൻസ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൽ അത്യാവശ്യം വലിയൊരു രാജ്യമാണ്. ഫ്രാൻസ് ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് കേട്ടോ. അപ്പൊ ഫ്രാൻസ് എന്ന് പറയുന്നത് യൂറോപ്യൻ കൺട്രീസിലെ യൂറോപ്യൻ വൻകരയിൽ വരുന്ന ഒരു ഭാഗമാണ് ഫ്രാൻസ്. അപ്പൊ ഫ്രാൻസിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഈ കാണുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ. അപ്പോ ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ പറയുന്നതിന് മുമ്പേ ഞാൻ ഓൾറെഡി പറഞ്ഞു അവിടുത്തെ രാജാക്കന്മാരുടെ അവസ്ഥ. ലൂയി രാജാക്കന്മാരായിരുന്നു ഫ്രാൻസ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ ലൂയി 14 കുറച്ച് വാക്കുകളാണ് പറയുന്നത്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇത് ആര് പറഞ്ഞതാണ്? ലൂയി 14. ഇതൊന്നും നിങ്ങളോട് എക്സാമിന് ചോദിക്കില്ല, എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാണ്. അപ്പോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണം എത്രത്തോളം ഉണ്ട് എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഐ ആം ദ സ്റ്റേറ്റ്. അത് നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഗോഡ് ഹാസ് ഗിവൺ ആബ്സല്യൂട്ട് പവർ ടു ദ കിങ് ഓവർ ഹിസ് സബ്ജക്ട്സ്. ഓൺലി ഗോഡ് ഹാസ് ദ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ഹിം. ഗോഡ്സിന് മാത്രമേ എന്തുള്ളൂ? ദൈവത്തിന് മാത്രമേ എന്തുള്ളൂ? ഈ അതോറിറ്റി, അതായത് റൂളേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവകാശമുള്ളൂ. പിന്നെ ലൂയി 15 ഒരു പ്രസ്താവനയാണിത്. എനിക്ക് ശേഷം പ്രളയം. ആഫ്റ്റർ മീ ദ ഡെലിവറി. പിന്നെ മേരി ആന്റോണിയറ്റ് ലൂയി 16 വൈഫാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ? അതായത് ഈ ഒരു പ്രസ്താവനയാണ് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാല്, ഈ ഫ്രാൻസിലെ ജനങ്ങൾ വളരെ പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന അവസ്ഥയില് ഈ കൊട്ടാരത്തിൽ പോയിട്ട് ഭക്ഷണം വേണം, ഞങ്ങൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞപ്പോ ഈ
ഈ ഒരു പെൺ ഭരണാധികാരി പറഞ്ഞതാണ്, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ. റൊട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് അവിടെയൊക്കെ ഭക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ പര്യായം എന്ന് പറയുന്നത് റൊട്ടി, വി വാണ്ട് ബ്രെഡ്, അവരുടെ സമരത്തിലുള്ള മുദ്രാവാക്യമൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്നൊരു പ്രസ്താവനയാണ് ആര് പറയുന്നത്? മേരി ആന്റോണിയറ്റ് പറഞ്ഞത്. ഇഫ് ദേ കാൺട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിൽ എങ്ങനെയാണ് 10ൽ 9 പേര് മരിക്കുന്നത് പട്ടിണി കൊണ്ടാണെങ്കിൽ ഒരാൾ മരിക്കുന്നത് ഇൻഡൈജഷൻ ആണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ ആൻഡ് 1/10 ഓഫ് ഇൻഡൈജഷൻ. ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന പാഠം തുടങ്ങുന്ന ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ഇൻട്രോ പോലെ അല്ലെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലുള്ള സൊസൈറ്റി എങ്ങനെയായിരുന്നു, അവിടുത്തെ റൂളേഴ്സ് എങ്ങനെയായിരുന്നു എന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങൾ, ഫ്രാൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഹലോ. അതെ മിസ്. ഓക്കെ, ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെ കാരണമാണ് രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണം. രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണം. രണ്ടാമത്തെ കാരണമാണ് രാജാക്കന്മാരുടെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതം. മൂന്നാമത്തെ കാരണം പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം. ഇതിൽ നമ്മള് ആദ്യത്തെ 2 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് ദ കിങ്സ് നമ്മൾ പറഞ്ഞു. ദ ലക്ഷൂറിയസ് ആൻഡ് എക്സ്ട്രാവേജന്റ് ലൈഫ് ഓഫ് കിങ്സ്, ഇതും നമ്മൾ എന്ത് പറഞ്ഞു? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാവേജന്റ് എന്ന് പറഞ്ഞാൽ സ്ക്വാണ്ടേഴ്സ്, അതായത് ധൂർത്തടിക്കുക എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിനി പറയാൻ ബാക്കിയുള്ളത് ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇനീക്വാലിറ്റി, അതായത് സമൂഹത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ളതും ആയിട്ടുള്ള അനീതികൾ അല്ലെങ്കിൽ അസമത്വം, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി നമുക്ക് പറയാൻ ബാക്കിയുള്ളത്. അതിൽ പറയുകയാണെങ്കിൽ ഈ ഫ്രഞ്ച് സമൂഹത്തെ കുറിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 3 തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. അതിൽ ഒന്നാമത് അതായത് 3 തട്ടുകൾ അവരെ വിളിച്ചിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് ഈ ഫ്രഞ്ച് സമൂഹത്തെ അല്ലെ ഫ്രഞ്ച് സൊസൈറ്റിയെ വിളിച്ചിരുന്നത്. 3 തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ വേദിക് പീരീഡിലൊക്കെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, ശൂദ്രർ, വൈശ്യർ എന്നൊക്കെ ഇങ്ങനെ തട്ടുകളായിട്ട് തരംതിരിച്ചത്. അതേപോലെ തന്നെ ഫ്രഞ്ച് സമൂഹം എങ്ങനെയായിരുന്നു? ഇതൊരു ഫ്യൂഡലിസ്റ്റ് കൺസെപ്റ്റ് പോലെ അല്ലെ ഫ്യൂഡലിസം പോലെ എന്താണ് സമൂഹത്തിലെ ഉയർന്നവർ അല്ലെങ്കിൽ മധ്യവർഗക്കാർ അങ്ങനെ ഇങ്ങനെ തട്ടുകളായിട്ട് തരംതിരിച്ചിരുന്നു. അവയെ എസ്റ്റേറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരുന്നു. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. പുരോഹിതന്മാർ, അതേപോലെ തന്നെ നൊബിലിറ്റി, ക്ലർജി അതായത് പ്രഭുക്കന്മാർ, പിന്നെന്താണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ 3 തരത്തില് ക്ലർജി, നൊബിലിറ്റി, കോമൺസ് അല്ലെങ്കിൽ പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ 3ആയിട്ടാണ് ഈ എസ്റ്റേറ്റുകളിലെ ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്നത്. 3 എസ്റ്റേറ്റുകളായിട്ടാണ് തരംതിരിച്ചത്. നൊബിലിറ്റി, ക്ലർജി, കോമൺസ്, അതായത് പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, സാധാരണ ജനങ്ങൾ എന്നിങ്ങനെ 3ആയിട്ട് ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരുന്നു. അതിൽ നമ്മൾ ഓരോ എസ്റ്റേറ്റിലും അതായത് ഓരോ തട്ടുകളിലും ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് എക്സാമിന് വരും. അതുകൊണ്ട് തന്നെ ഈ എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ത്? ഫ്രഞ്ച്
സൊസൈറ്റി. ഇത് നിങ്ങൾ പഠിച്ചാലേ പറ്റുള്ളൂ. മറ്റേതാണെങ്കിൽ ആദ്യത്തെ രണ്ട് കാരണങ്ങൾ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, അതായത് സ്വേച്ഛാധിപതികളായിരുന്നു അല്ലെങ്കിൽ ഏകാധിപതികളായിരുന്നു, ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു, ആർഭാടപരമായിട്ടുള്ള ജീവിതമാണ് നയിച്ചത് എന്നതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള ഓൺ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ റീസൺ ആണ് ഇത് ഫ്രഞ്ച് സമൂഹത്തിലെ അസമത്വങ്ങള്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് സമൂഹം 3 എസ്റ്റേറ്റുകളായിട്ടാണ് തരംതിരിച്ചത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റിനെ പുരോഹിതന്മാർ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പുരോഹിതന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചവരായിരുന്നു. അതായത് പുരോഹിതന്മാർ എന്ന് പറയുന്നത് ഭരണാധികാരികളെ കുറിച്ചിട്ടാണ് ഇവിടെ പുരോഹിതന്മാർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. പിന്നെ എന്തായിരുന്നു? കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചെടുത്തു. ഇവർ ഓൾറെഡി ഒരുപാട് തരത്തിലുള്ള നികുതി വാങ്ങിക്കുന്നുണ്ട്, എല്ലാവരിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ കർഷകരിൽ നിന്ന് എന്താണ്? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ എനിക്ക് യുവർ കണക്ഷൻ അവൈലബിൾ നോ എന്തോ സ്ക്രീനിൽ എഴുതി കാണിച്ചു, അതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ടല്ലേ? അപ്പൊ ഓക്കെ, ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്തായിരുന്നു? പുരോഹിതന്മാരാണ് ഉണ്ടായിരുന്നത്. ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. പിന്നെന്താണ്? കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. ഒരുപാട് നികുതി ഇവര് പിരിക്കുന്നുണ്ട്. അതുകൂടാതെ കർഷകരിൽ നിന്നും പ്രത്യേകമായിട്ട് വാങ്ങിച്ച നികുതിയാണ് തിതേ. പേര് ഓർത്തു വെക്കണം. കർഷകരിൽ നിന്നും വാങ്ങിയ നികുതി ഏതാണ്? തിതേ. തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. പിന്നെന്താണ്? എല്ലാതരം നികുതികളിൽ നിന്നും ഇവരെന്തായിരുന്നു? ഒഴിവാക്കപ്പെട്ടിരുന്നു. ആരാണ്? റൂളേഴ്സ് ആണ്. എല്ലാതരം നികുതികളിൽ നിന്നും ഇവരെന്തായിരുന്നു? ഒഴിവാക്കപ്പെട്ടിരുന്നു. ഈ രാജാക്കന്മാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ അവരുടെ ഫാമിലി, അവരുടെ റിലേറ്റീവ്സ് ഒന്നും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ പുരോഹിതന്മാർ എന്ന് പറയുന്നത് വിഭാഗം സൊസൈറ്റിയിലെ, അതായത് ഫസ്റ്റ് തട്ടാണ്, ഫസ്റ്റ് എസ്റ്റേറ്റ് ആണ്. ഈ എസ്റ്റേറ്റിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരെന്തായിരുന്നു? ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നു. ഫ്രാൻസിന്റെ ഏകദേശം ഭൂമിയും ആരുടെ കൈവശം ഉണ്ടാവുക? ഈ ഒന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. ഇവരെന്താണ്? ഇവര് എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇവരൊരു നികുതി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവരെടുത്താണ് ഭൂമിയൊക്കെ ഉള്ളത്, എന്നാൽ പോലും ഇവരെന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ഒരു തരത്തിലുള്ള ലാൻഡ് ടാക്സോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള നികുതികളും കൊടുക്കണ്ട. കർഷകരും അതുപോലെ തന്നെ കൂലി വേലക്കാരും ഒക്കെയാണ് നികുതിയൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. പിന്നെന്താണ്? ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ഇവരായിരുന്നു. അപ്പൊ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ആരൊക്കെയായിരിക്കും ഇതിൽ പെടുക? ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവരെന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്നും തിതേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. അപ്പോ ഇതാണ് ദ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഇനീക്വാലിറ്റി. ഫസ്റ്റ് പറയുന്നത് ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 സ്ട്രാറ്റ. 3 സ്ട്രാറ്റകളായിട്ടാണ് ഫ്രഞ്ച് സൊസൈറ്റി ഡിവൈഡ് ചെയ്തേക്കുന്നത്. ദേ വർ നോൺ ആസ് ദ എസ്റ്റേറ്റ്. എസ്റ്റേറ്റുകൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ് നമ്മൾ മലയാളത്തിൽ പുരോഹിതന്മാർ എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിലാണെങ്കിൽ ക്ലർജി എന്നാണ് പറയുന്നത്. അപ്പോ ഇവരുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചു. കളക്ട് ദ ടാക്സ് കോൾഡ് തിതേ ഫ്രം ഫാമേഴ്സ്. ഫാമേഴ്സിന്റെ വശത്ത് നിന്നും തിതേ എന്ന പേരിലുള്ള ടാക്സ് കളക്ട് ചെയ്തു. എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. എന്തായിരുന്നു? ഒരു ടാക്സും ഇവർ കൊടുക്കേണ്ടല്ല. എല്ലാ ടാക്സിൽ നിന്നും ഇവരെന്തായിരുന്നു? വിമുക്തരായിരുന്നു. കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് പറയുന്ന പോയിന്റ് ആണ് controlled higher position in administrative and military service. ഭരണത്തിലെയും സൈനികപരമായിട്ടുള്ളതിലും എന്താണ്? ഉയർന്ന പദവികളൊക്കെ അലങ്കരിച്ചിരുന്നത് ഈ ഫസ്റ്റ് എസ്റ്റേറ്റിലുള്ള ആൾക്കാരായിരുന്നു. മനസ്സിലായോ ഫസ്റ്റ് എസ്റ്റേറ്റ്? ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ എസ്റ്റേറ്റിന്റെ അവസ്ഥ നോക്കാം. രണ്ടാമത്തെ അവസ്ഥ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളത് പ്രഭുക്കന്മാരായിരുന്നു. ഇവരെന്തായിരുന്നു?
സൈനിക സേവനം നടത്തി. അതായത് യുദ്ധങ്ങളൊക്കെ റൂളേഴ്സ് അവരായിരുന്നു. പിന്നെ പറയുന്ന രണ്ടാമത്തെ വിഭാഗമായിരുന്നു. ഇവരാരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധങ്ങൾ നടത്തുക, അതേപോലെ തന്നെ ക്രമസമാധാനം നിലനിർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സൈനിക സേവനം നടത്തി. പിന്നെ പറയുന്നത് കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു. കർഷകരിൽ നിന്നും ക്ലർജി പിരിച്ച നികുതി ഏതായിരുന്നു? തിതെ. മറന്നു പോവരുത്. രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റില്, അതായത് നൊബിലിറ്റി എന്ന് പറയും. ഇവര് കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചിട്ടുണ്ട്. പ്രത്യേകമായിട്ട് പേര് ഇവിടെ പറയുന്നില്ല. പിന്നെ എന്താ ഇവര് ചെയ്യിപ്പിച്ചത്? വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. അത്രയും ക്രൂരമായിട്ട് കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. വേതനം കൊടുക്കണമല്ലോ, നമ്മൾ എന്ത് ജോലിയാണെങ്കിലും എന്ത് കൊടുക്കണം? അതിനൊരു വേതനം കൊടുക്കണം. പക്ഷെ കർഷകരെ കൊണ്ട് എന്ത് ചെയ്തു? വർക്ക് വിത്തൗട്ട് വേജ് എന്ത് ചെയ്തു? ജോലി കൂലി കൊടുക്കാതെ എന്ത് ചെയ്തു? പണി ചെയ്യിപ്പിച്ചു. പിന്നെന്തായിരുന്നു? നികുതികളിൽ നിന്നൊക്കെ ഇവരും എന്തായിരുന്നു? ഒഴിവാക്കപ്പെട്ടിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റും എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ രാജാവിനോ ഖജനാവിനോ ഒന്നും കൊടുക്കണ്ട, നികുതി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവര് എന്തായിരുന്നു? ആഡംബരമായിട്ടുള്ള ജീവിതം നയിച്ചു പോന്നിരുന്നു. പിന്നെ പറയുന്നത് വിശാലമായിട്ടുള്ള ഭൂപ്രദേശം കൈവശം വെച്ചു. അപ്പൊ ഏകദേശം ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിന്റെയും കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എന്താണ്? സെയിം ആണ് അല്ലെ? ഏകദേശം. പക്ഷെ രണ്ടാമത്തേൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്ത്? സൈനിക സേവനം നടത്തിയെന്ന്. ഒന്നാമത്തേതിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ അലങ്കരിച്ചു അല്ലെ? അപ്പോ അതിന് തൊട്ട് താഴെ കിടക്കുന്ന വിഭാഗമാണ് ഏത്? രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ നൊബിലിറ്റി എന്ന് പറയുന്ന വിഭാഗം. സൈനിക സേവനം നടത്തി, കർഷകരിൽ നിന്നും പലതരം നികുതികൾ പിരിച്ചു, വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു, നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു, ആഡംബര ജീവിതം നയിച്ചു, വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. Engaged in military service, collect various tax from farmers, made farmers work without wage, അതായത് വേതനം നൽകാതെ കൂലി കൊടുക്കാതെ പണിയെടുപ്പിച്ചു. Exempted from all taxes, എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. Led luxurious life, ആഡംബരപരമായിട്ടുള്ള ജീവിതം നയിച്ചു പോന്നു. Held vast land, ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. അപ്പൊ ഇത്രയാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിനെ കൊണ്ട് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി മിസ്. ആരെന്തേ ചോദിച്ചോ? ഇല്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഈ എസ്റ്റേറ്റിലെ ഈ ആളുകളുടെ പേര് ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ആ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഒരു പട്ടിക ഒരു ടാബിൾ കാണുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കില്? പേജ് നമ്പർ എത്രയാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു എന്താ പറയാ 15. പേജ് നമ്പർ 15. ഓക്കെ, 15 ഒരു പട്ടിക കാണുന്നുണ്ടാവും. അതിലുണ്ടാവും ഓരോ എസ്റ്റേറ്റും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ നോട്ട്സും തരാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എസ്റ്റേറ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച്. ക്ലിയർ ആയി മിസ്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നവരാണ്, അതായത് ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റില് ഭരണാധികാരികളും അതേപോലെ തന്നെ സൈനിക സേവനം നടത്തുന്ന പ്രഭുക്കന്മാരുമാണെന്ന് പറഞ്ഞു. അവര് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് നേരത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞൊരു പ്രസ്താവനയിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അതായത് 10ൽ 9 പേര് മരിക്കുന്നത് പട്ടിണി കൊണ്ടാണെങ്കിൽ ഒരാള് മരിക്കുന്നത് ഇൻഡൈജഷൻ കൊണ്ടാണ്. അതാണ് അവിടുത്തെ ഒരു ഭൂരിഭാഗവും അതേപോലെ തന്നെ മൈനോറിറ്റി ന്യൂനപക്ഷത്തെയും തെളിയിക്കുന്ന ഒരു പ്രസ്താവനയാണത്. അപ്പൊ ഓക്കെ, ഇനി നമ്മൾ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് പറയാൻ പോകുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി ആണെങ്കിൽ ഒരു ഹയർ ക്ലാസ് കാണാം അല്ലെ, പിന്നെ ഒരു മിഡിൽ ക്ലാസ് കാണാം, പിന്നെ ഒരു പുവർ പീപ്പിൾ അല്ലെ, പാവപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ നമ്മളെ ഇന്നത്തെ സൊസൈറ്റിയിലുള്ളത് മിഡിൽ ക്ലാസ് ആണല്ലേ. പണക്കാരെ കാട്ടിലും പാവപ്പെട്ടവരെ കാട്ടിലും കൂടുതൽ ഉള്ളത് ഇടത്തരക്കാരെന്ന് പറയുന്ന മിഡിൽ ക്ലാസ് ആണല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഈ മിഡിൽ ക്ലാസ്സും വരുന്നുണ്ട്, പാവപ്പെട്ട ആൾക്കാരും വരുന്നുണ്ട്.
അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഭൂരിപക്ഷം ആൾക്കാരും എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മധ്യവർഗക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ്സും ഇതിലാണ് വരുന്നത്. സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട കർഷകര്, കൂലിപ്പണിക്കാര്, കൂലിവേലക്കാരൊക്കെ വരുന്നതും ഏതിലാണ്? ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ്. അപ്പൊ ഓക്കെ, മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കോമൺസ് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് തന്നെയും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിന്റെ പേര് നിങ്ങൾ മറന്നു പോകരുത്. ക്ലർജി, നൊബിലിറ്റി, പുരോഹിതന്മാർ, അതേപോലെ തന്നെ പ്രഭുക്കന്മാർ. ആ രണ്ട് പേരുകൾ മറന്നു പോകരുത്. മൂന്നാമത്തെ എസ്റ്റേറ്റ് നിങ്ങൾ സാധാരണ ജനങ്ങൾ എന്നോ അല്ലെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, അതിന് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നൊന്നുമില്ല. അപ്പൊ ഓക്കെ, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് മധ്യവർഗവും, അതായത് മധ്യവർഗം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ കർഷകർ, കൈത്തൊഴിലുകാർ എന്നിവർ ഉൾപ്പെടുന്നു. പിന്നെ പറയുന്നത് മധ്യവർഗത്തിൽ നമുക്കറിയാം ആരൊക്കെ പെടും? ഒരുപാട് വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുന്നത് എവിടെയാണ്? ഈ മധ്യവർഗത്തിൽ വരുന്നതാണ്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ. അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ ആരാന്ന് അറിയാലോ? വക്കീലന്മാർ, ലോയേഴ്സിനെയാണ് അഭിഭാഷകർ എന്ന് പറയുന്നത്. പിന്നെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവർ ചേർന്നതാണ് മധ്യവർഗം എന്ന് പറയുന്ന ഒരു വിഭാഗം. അതായത് സമൂഹത്തിൽ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള, അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഇവിടെ മധ്യവർഗക്കാർ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവരെ കൂടാതെ ആരൊക്കെ ഉണ്ടായിരുന്നു? കർഷകരുണ്ടായിരുന്നു, കൈത്തൊഴിലുകാർ ഉണ്ടായിരുന്നു, കൂലിവേലക്കാരുണ്ടായിരുന്നു. ഇതൊക്കെ ചേർന്നതാണ് ഏത്? മൂന്നാമത്തെ എസ്റ്റേറ്റ്. മൂന്നാമത്തെ എസ്റ്റേറ്റിന് ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലെ? മൂന്നാമത്തെ എസ്റ്റേറ്റിന് എന്തുണ്ടായിരുന്നില്ല? ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈലെ എന്ന പേരിലുള്ള നികുതി സർക്കാരിന് നൽകണമായിരുന്നു. തൈലെ എന്ന പേരുള്ള നികുതി. നേരത്തെ നമ്മൾ തിതേ പറഞ്ഞു. തിതേ ആര് വാങ്ങിക്കുന്ന നികുതിയായിരുന്നു? കർഷകരിൽ നിന്നും വാങ്ങിക്കുന്ന നികുതിയായിരുന്നു. ആരായിരുന്നു ആ തിതേ വാങ്ങിച്ചിരുന്നത്? പുരോഹിതന്മാരാണല്ലേ? പുരോഹിതന്മാർ, അതായത് ക്ലർജി ആണ് എന്ത് വാങ്ങിക്കുന്നത്? തിതേ എന്ന പേരിലുള്ള നികുതി കർഷകരിൽ നിന്നും വാങ്ങിക്കുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള എല്ലാവരും തൈലെ എന്ന് പറയുന്ന നികുതി ആർക്ക് കൊടുക്കണം? സർക്കാരിന് കൊടുക്കണം. അതായത് അവിടുത്തെ ലൂയി രാജാക്കന്മാർ, ലൂയി കിങ്ഡം അല്ലെ, ലൂയി സർക്കാരാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ലൂയി സർക്കാരിന് എന്ത് നികുതി കൊടുക്കണം? തൈലെ എന്ന് പേരുള്ള നികുതി. അതെല്ലാവരും കൊടുക്കണം. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നികുതി. നിങ്ങൾ പേര് ഓർത്തു വെക്കണം. തൈലെ, തിതേ, രണ്ട് ടാക്സിന്റെ പേരാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചത്. വൺ വേർഡിന് ചോദിക്കും. പിന്നെ വളരെ താഴ്ന്ന സാമൂഹിക പദവിയാണ്. കാരണം ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കുഴപ്പമില്ല, നല്ല ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്താണ്? ഇവര് വളരെ താഴ്ന്ന സാമൂഹിക പദവിയാണ് എന്താക്കിയത്? അലങ്കരിച്ചു പോകുന്നത്. പിന്നെന്താണ്? പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. ഈ തൈലയും തിതയും കൂടാതെ പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും പലതരത്തിലുള്ള നികുതിയും നൽകണം. നേരത്തെ നമ്മൾ പഠിച്ചു എന്താണ്? വേജ് വിത്തൗട്ട് വർക്ക് വിത്തൗട്ട് വേജ്. എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു പോകുന്നു. വർക്ക് വിത്തൗട്ട് വേജ് അല്ലെ? കൂലി കൊടുക്കാതെ പണി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിച്ചത് ആരായിരുന്നു? മൂന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നവരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റ് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? ഹലോ, മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് ക്ലിയർ ആയോ? ഒരു മിനിറ്റ്. The third estate, the middle class, മധ്യവർഗക്കാർ, including traders, writers, lawyers, officials, teachers and bankers, farmers and craftsmen. അതായത് മിഡിൽ ക്ലാസ്സിൽ വരുന്നതാണ് ട്രേഡേഴ്സ്, വ്യാപാരികള്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, പിന്നെ ആരാണ്? ഓഫീസേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. പിന്നെ ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻസ്, കർഷകരും കൈത്തൊഴിൽ ചെയ്യുന്നവരും. പിന്നെ നോ റൂൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ, ഭരണത്തിൽ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. നോ റോൾ ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ. പെയ്ഡ് ലാൻഡ് ടാക്സ്, നെയിംലി ടൈലെ. ടൈലെ എന്ന് പറയുന്ന ലാൻഡ് ടാക്സ് പെയ്ഡ് ചെയ്യണമായിരുന്നു. ആർക്കാണ്? ടു ദ ഗവൺമെന്റ്. അതായത് അവിടുത്തെ സർക്കാരിന്, ലൂയി സർക്കാരിന് തൈലെ എന്ന പേരിലുള്ള ലാൻഡ് ടാക്സ് പെയ്ഡ് ചെയ്യണമായിരുന്നു. പിന്നെന്തായിരുന്നു? ലോ സോഷ്യൽ സ്റ്റാറ്റസ്, വളരെ താഴ്ന്ന സാമൂഹിക പദവി അലങ്കരിച്ചു പോകുന്നവരായിരുന്നു തേർഡ് എസ്റ്റേറ്റിലുള്ള ആൾക്കാര്. പിന്നെന്തായിരുന്നു? പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ്, ക്ലർജീസിനും നോബിൾസിനും ടാക്സ് പേ ചെയ്യണമായിരുന്നു.
അപ്പൊ ഇത്രയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിനെ കുറിച്ച് പറയാനുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ മനസ്സിലായി മിസ്. നെക്സ്റ്റ് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി അമേരിക്കൻ റവല്യൂഷന്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചിന്തകന്മാരുടെ സ്വാധീനം അല്ലെ. ജനങ്ങൾ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ അനുഭവിക്കുമ്പം അവരെ ഇതിൽ നിന്നും ഒരു മാറ്റം അല്ലെ, അതായത് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിൽ എത്തിയിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ വിപ്ലവങ്ങളുടെ പാടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ജനങ്ങളെ ഒന്ന് ഇൻസ്പിറേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ചിന്തകന്മാരുടെ ഇൻഫ്ലുവൻസ് വളരെ എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ചിന്തകന്മാരുടെ സ്വാധീനവും ഒരു വിപ്ലവം ചെയ്യാൻ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അമേരിക്കൻ വിപ്ലവത്തിന്റെ കാര്യത്തിൽ നമ്മൾ 2 ചിന്തകന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ജോൺ ലോക്ക്, തോമസ് പെയിൻ. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കേസിൽ നിങ്ങൾക്ക് 3 ചിന്തകന്മാരുടെ പേര് പഠിക്കാനുണ്ട്, വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ. വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ. പേര് മാറിപ്പോകരുത്. അമേരിക്കൻ വിപ്ലവത്തിന്റെ ജോൺ ലോക്ക്, തോമസ് പെയിൻ എന്നീ ചിന്തകന്മാരായിരുന്നു. എന്നാൽ ഇവിടെ ആരൊക്കെയാണ്? വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ. അപ്പൊ വോൾട്ടയർ പറഞ്ഞ എന്താണ്? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ പ്രോത്സാഹിപ്പിച്ചു. പുരോഹിതന്മാർ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഈ ചൂഷണത്തെ പരിഹസിച്ചുകൊണ്ട് സംസാരിച്ച ആളാണ് വോൾട്ടയർ. ഇയാൾ എന്തിനൊക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത്? യുക്തിചിന്ത, സമത്വം, ഇക്വാലിറ്റി, മനുഷ്യസ്നേഹം എന്നിവയെ എന്ത് ചെയ്തു? പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ് വോൾട്ടയർ. Voltaire ridiculed the exploitation of clergy, promoted rational thinking, ideals of equality and humanism. വോൾട്ടയർ എന്തൊക്കെയായിരുന്നു? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. പിന്നെന്തായിരുന്നു? റാഷണൽ തിങ്കിങ്, യുക്തിചിന്തയെ, അതേപോലെ തന്നെ ഈക്വാലിറ്റി, സമത്വം, പിന്നെന്താണ്? ഹ്യൂമാനിസം, മനുഷ്യസ്നേഹം എന്നിവയെ എന്ത് ചെയ്തു? പ്രൊമോട്ട് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു. ഇതാണ് വോൾട്ടയർ എന്ന ചിന്തകന്റെ സംഭാവന. ഫ്രഞ്ച് വിപ്ലവത്തിൽ വോൾട്ടയർ എന്ന ചിന്തകന്റെ സ്വാധീനം ഇത്രയുമാണ്. മനസ്സിലായോ? മനസ്സിലായിട്ട് മിസ്. നെക്സ്റ്റ് പറയുന്നത് റൂസോ. റൂസോയുടെ ഈ ഒരു കോട്സ് നിങ്ങൾ എല്ലാ സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും. മനുഷ്യൻ ജനിക്കുന്നത് സ്വതന്ത്രനായിട്ടാണ്, പക്ഷെ അവൻ എല്ലായിടത്തും എന്താണ്? ചങ്ങലയിലാണ് എന്നൊരു പ്രസ്താവന അല്ലെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ ഇയാള് എന്തിനുള്ള ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്? ഫ്രീഡം അല്ലെ, സ്വാതന്ത്ര്യത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമാക്കി. സ്വതന്ത്രമാവുക അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് എസ്റ്റേറ്റിന്റെ പീഡനത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? സ്വാതന്ത്ര്യം നേടണം എന്നൊരു ആശയം അല്ലെ, എന്നൊരു മോട്ടിവേഷൻ ജനങ്ങൾക്ക് കൊടുത്ത ആളാരാണ്? റൂസോ ആണ്. റൂസോ കൊടുത്തത് ഫ്രീഡത്തിനുള്ള ഇമ്പോർട്ടൻസ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് വോൾട്ടയറിനെ കുറിച്ചായിരുന്നു. വോൾട്ടയർ റാഷണൽ തിങ്കിങ്, ഈക്വാലിറ്റി, അതേപോലെ തന്നെ ഹ്യൂമനിസം. ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് പറഞ്ഞത് ആരാണ്? റൂസോ ആണ്. മാറിപ്പോവരുത്. Spelled out the importance of freedom with the statement, man is born free but everywhere he is in chains. പിന്നെന്താണ്? Declare that the people are sovereign. ഇത്രയും കാര്യങ്ങളാണ് റൂസോയുടെ പ്രസ്താവന. മനസ്സിലായിട്ടുണ്ടോ റൂസോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ മോണ്ടെസ്ക്യൂ. മൂന്നാമത്തെ ചിന്തകനാണ് മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ എന്താ പറയുന്നത്? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു അല്ലെ. ഡെമോക്രസി നമുക്കറിയാം. ജനാധിപത്യം എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടേതായിട്ടുള്ള ഭരണക്രമമാണ് ജനാധിപത്യം. അതിൽ എല്ലാവർക്കും എന്താണ്? അതില് അവകാശം ഉണ്ടല്ലേ ജനാധിപത്യത്തില്. അപ്പോ ജനാധിപത്യമാണ് വേണ്ടത്, അല്ലാതെ ഈ ഓട്ടോക്രാറ്റിക് റൂളിംഗ് അല്ല വേണ്ടത്. അതായത് ഏകാധിപത്യ ഭരണം അല്ല വേണ്ടത്. ജനങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഒരു ഭരണകൂടം വേണം എന്നൊക്കെ വാദിച്ച ആളാണ് ആര്? മോണ്ടെസ്ക്യൂ. പിന്നെ അയാള് വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ഗവൺമെന്റിനെ 3 ആയിട്ട് തരംതിരിക്കണം. എന്താണ്? നിയമനിർമ്മാണം,
കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് തിരിക്കണം എന്ന് വാദിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാദിക്കുന്നത്? ഒരു ഓട്ടോക്രാറ്റിക് റൂളിൽ അല്ലെ ഒരു രാജാധിപത്യ ഭരണത്തിൽ അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഭരണത്തിൽ എന്തായിരിക്കും അവസ്ഥ? ഇതേപോലെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവുമോ? എല്ലാം തീരുമാനിക്കുന്നത് രാജാവിനെ ആയിരിക്കും. നിയമം ഉണ്ടാക്കുന്നത് രാജാവായിരിക്കും, അത് മാറ്റുന്നത് രാജാവായിരിക്കും, തോന്നിയതുപോലെ ചെയ്യുന്നത് രാജാവിനെ ആയിരിക്കും അല്ലെ. കാര്യനിർവഹണം അതേപോലെ തന്നെ നീതിന്യായം എല്ലാം ഒരാൾ തന്നെയായിരിക്കും നിയമിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നടപ്പിലാക്കുന്നുണ്ടാവുക. അപ്പൊ അയാളുടെ ഓരോരോ മൂഡ്സിങ്ങിന് അനുസരിച്ചിരിക്കും അല്ലെ കാര്യങ്ങള്. ഒരു ദിവസം കട്ടവന്റെ കൈ മുറിക്കണം എന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ ദിവസം കട്ടവനെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയായിരിക്കും. ഒരു രാജാവിന്റെ മൂഡ് എന്തായിരിക്കും അതേപോലെ ആയിരിക്കും എന്തുണ്ടാവുക ഈ രാജാധിപത്യ ഭരണത്തില് ഉണ്ടാവുക. അപ്പോ അല്ലെങ്കിൽ ഏകാധിപതികളാകുന്ന സമയത്ത് ജനങ്ങൾക്ക് ഒരു റോളും ഇല്ലാത്ത അവസ്ഥയാവുമ്പോൾ രാജാവിനെ തോന്നിയതുപോലെ ഭരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. പക്ഷെ മോണ്ടസ്ക്യൂ പറഞ്ഞത് എന്താണ്? ജനാധിപത്യത്തിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് മോണ്ടസ്ക്യൂ സംസാരിച്ചത്. അയാൾ പറഞ്ഞു ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിക്കണം എന്ന് പറഞ്ഞു. Encourage democracy and the republic, suggested the division of powers of the government into legislature, executive and judiciary. എന്നിങ്ങനെ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണ്ടസ്ക്യൂ ആവശ്യപ്പെട്ടു. പിന്നെന്താണ്? എൻകറേജ് ഡെമോക്രസി. അപ്പൊ ഓരോരുത്തരും എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റത്തെ വോൾട്ടയർ എന്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഹ്യൂമണിസം, റാഷണൽ തിങ്കിങ് ആൻഡ് ഈക്വാലിറ്റി അല്ലെ. മനുഷ്യ സ്നേഹം, അതേപോലെ തന്നെ യുക്തിചിന്ത, പിന്നെന്തായിരുന്നു? സമത്വം എന്നിവയ്ക്കാണ് വോൾട്ടയർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നെക്സ്റ്റ് പറഞ്ഞത് റൂസോ ഫ്രീഡത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്, സ്വാതന്ത്ര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് മോണ്ടസ്ക്യൂയുടെ കേസ് ആണെങ്കിൽ ഡെമോക്രസി, ജനാധിപത്യത്തിനും അതേപോലെ തന്നെ റിപ്പബ്ലിക്കിനുമാണ് ഇയാൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പൊ 3ഉം സെപ്പറേറ്റ് ആയിട്ട് ഓർത്തു വെക്കുക, മറന്നു പോവരുത്. ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഗതി അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ഇൻസിഡൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ പറയുകയാണെങ്കിൽ പൂർവൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ നയിച്ച ആഡംബരമായിട്ടുള്ള ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ, പിന്നെ അതോടൊപ്പം തന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് കൃഷിനാശം, പ്രളയം, വെള്ളപ്പൊക്കം, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുമല്ലോ, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ കൃഷിനാശം, സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സഹായിച്ച്, ഞാൻ പറഞ്ഞു അമേരിക്കൻ വിപ്ലവം എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കൻ കോളനിക്കാരെ യുദ്ധത്തിൽ സഹായിച്ചത് ഫ്രാൻസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധത്തില്. അങ്ങനെയാണ് കോളനിക്കാർ ജയിക്കുന്നത്. അമേരിക്കൻ കോളനികൾ യുദ്ധത്തിൽ ജയിക്കാനുള്ള കാരണം അതായിരുന്നു. അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ സക്സസ് ആവാൻ ഉള്ളൊരു അപ്പൊ ഓക്കെ, അമേരിക്കൻ റവല്യൂഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറഞ്ഞത്? ഈ അമേരിക്കൻ വൻകരയെ അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളെ യുദ്ധത്തിൽ സഹായിച്ചതാരായിരുന്നു? ഫ്രാൻസിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു യുദ്ധത്തിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെ, ഇംഗ്ലണ്ടുമായിട്ട് നടത്തിയ യുദ്ധത്തിൽ ഈ അമേരിക്കൻ കോളനികൾ വിജയിക്കാനുള്ള കാരണം. അപ്പൊ ഫ്രഞ്ച് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാജാക്കന്മാർ ധൂർത്തന്മാരായിരുന്നു, അതേപോലെ ആഡംബരപരമായിട്ടുള്ള ജീവിതം നയിച്ചു പോന്നിരുന്നു. പിന്നെ കൂടാതെ എന്തും കൂടെ ഉണ്ടായി അവിടെ? ഒരുപാട് തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് അല്ലെ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായി. കൃഷിനാശം, വരൾച്ച, അതേപോലെ വെള്ളപ്പൊക്കം, പ്രളയം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആ ഒരു സമയത്താണ് ഈ ഫ്രാൻസിലെ റൂളേഴ്സ് ഏതിന് സഹായിക്കുന്നത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്ന സമയത്ത് അമേരിക്കയെ യുദ്ധത്തിൽ സഹായിക്കുന്നത്. യുദ്ധത്തിൽ സഹായിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും ആയുധങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇവിടെ രാജ്യം പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്ന സമയത്താണ് രാജാക്കന്മാര് എന്ത് ചെയ്യുന്നത്? ഈ ജനക്ഷേമത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ കൃഷിനാശം, വരൾച്ച ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനങ്ങളെ സപ്പോർട്ട്, സ്വന്തം നാട്ടിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് രാജാവ് എന്താ ചെയ്തത്? അമേരിക്കൻ വാർ നടക്കുന്നു, ഇംഗ്ലണ്ടിനോട് ശത്രുത ഉണ്ട് ഫ്രാൻസിന്. അപ്പൊ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സഹായിക്കുകയാണ് ആര് ചെയ്തത്? ഫ്രാൻസിലെ ലൂയി രാജാക്കന്മാര് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ധൂർത്താണ്, അല്ലെങ്കിൽ അവരുടെ ധൂർത്തന്മാരായിട്ടുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന ലൂയി 16th ലൂയി രാജാക്കന്മാര്. അപ്പൊ അവരുടെ ഈ ഒരു പ്രവർത്തനത്തിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള ഭരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഫ്രാൻസിൽ വിപ്ലവം നടക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്രാൻസ് അമേരിക്കയെ യുദ്ധത്തിൽ സഹായിച്ച കാര്യം പറഞ്ഞു. എങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു? രാജ്യം പട്ടിണിയോടെ, അല്ലെങ്കിൽ രാജ്യം ഒരുപാട് തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ചിട്ട് ഉള്ള സമ്പത്തും കൂടെ ഇല്ലാതെ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഫ്രാൻസ് എന്തായി, രാജാക്കന്മാരടുത്തും എടുക്കാൻ കാശില്ലാതെയായി, അവർക്കും ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലോട്ട് ഫ്രാൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സ്റ്റേറ്റ് ജനറൽ, നമ്മുടെ ഒരു പാർലമെന്റ് ഒക്കെ വിളിച്ചു കൂട്ടുമെന്ന് പറയില്ല, അപ്പൊ അതേപോലെ തന്നെ ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് രാജാവ് നിർബന്ധിതനായി. എന്നിട്ട് എന്താ രാജാവ് തീരുമാനിക്കുന്നത്? പുതിയൊരു തരത്തിലുള്ള, അതായത് നിലവിൽ ടൈലേറ്റ്, ഇതേ എന്നൊക്കെ പേരുള്ള ഒരുപാട് നികുതികൾ ജനങ്ങളെടുത്തുനിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതുകൂടാതെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്കണോമിക് ക്രൈസിസ് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർലമെന്റ് വിളിച്ചു കൂട്ടുകയാണ്. ഈ പാർലമെന്റിൽ എന്താ തീരുമാനിക്കുന്നത്? ഒരു പുതിയൊരു നികുതി, അല്ലെങ്കിൽ ഇതുവരെ വാങ്ങിയത് കൂടാതെ പുതിയൊരു നികുതിയും കൂടെ ജനങ്ങളെടുത്ത്, അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണല്ലോ നികുതി കൊടുക്കേണ്ടത്. ആദ്യത്തെ 2 എസ്റ്റേറ്റ് എന്താണ്, എല്ലാ നികുതികളിൽ നിന്നും വിമുക്തരായിരുന്നു, അല്ലെ, ഒഴിവാക്കപ്പെട്ടവരായിരുന്നു. അപ്പൊ മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ അടുത്താണ് നികുതി വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്, അവരാണ് നികുതി കൊടുക്കേണ്ടതും. അപ്പൊ രാജാവ് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ഇക്കണോമിക് ക്രൈസിസ് മറികടക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു നികുതി ജനങ്ങളെടുത്ത് നിന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയൊരു നികുതി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. അങ്ങനെ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടി. സ്റ്റേറ്റ് ജനറൽ എന്നാണ് ഫ്രാൻസിലെ പാർലമെന്റിനെ അറിയപ്പെടുന്ന പേര്. അപ്പൊ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെന്റ് അസംബ്ലി വിളിച്ചു കൂട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയൊരു നികുതി കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെ പുതിയൊരു തരത്തിലുള്ള നികുതി കൂടി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഇക്കണോമിക് ക്രൈസിസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് ഈ ഒരു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത്. അപ്പോ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യത്തെ 2 എസ്റ്റേറ്റ് ഒരു നികുതിയും കൊടുക്കണ്ട, അല്ലെ. മൂന്നാമത്തെ എസ്റ്റേറ്റ് മാത്രമേ എന്ത് കൊടുക്കണ്ടുള്ളൂ? സർക്കാരിന് നികുതി കൊടുക്കണ്ടുള്ളൂ. അപ്പോ ഇങ്ങനെ ഒരു നികുതി വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയൊരു തരത്തിലുള്ള ഒരു നികുതി കൂടി ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എൻഫോഴ്സ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ 2 എസ്റ്റേറ്റ് ആർക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലെ. രാജാവ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നികുതിന്റെ കാര്യമാണെങ്കിൽ അവർ മൈൻഡാക്കേണ്ട ആവശ്യമില്ല. എന്താണ്, അവര് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ബാധിക്കുന്ന കാര്യമേ അല്ല അത്. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്റ്റേറ്റ് ജനറലിന്റെ അവസ്ഥയും 3 എസ്റ്റേറ്റ് പോലെ തന്നെയാണ്. സൊസൈറ്റി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് ജനറലിന്റെ അവസ്ഥയും. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടാണ് അവിടെയും ഉണ്ടായിരുന്നത്. ഓരോ എസ്റ്റേറ്റിൽ നിന്നും ഓരോ റെപ്രസെന്റേറ്റീവ്സ്, അതായത് പ്രതിനിധികളാണ് ഈ സ്റ്റേറ്റ് ജനറലിൽ പോയിട്ട് പങ്കെടുക്കേണ്ടത്. അപ്പോ രാജാവ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു. അപ്പൊ തീരുമാനിക്കുന്ന സമയത്ത് രാജാവ് പറയുകയും ചെയ്യുന്നത് എന്താണ്? വോട്ടിങ്ങിലൂടെയാണ് തീരുമാനം നടപ്പിലാകുന്നത്. അതായത് സ്റ്റേറ്റ് ജനറൽ ആയിട്ടുള്ള പാർലമെന്റിലെ ഒരു കാര്യം തീരുമാനിച്ചിട്ട് അത് പാസ്സാവണമെങ്കിൽ വോട്ടിങ്ങിലൂടെ അതായത് ഭൂരിപക്ഷം ഏതിനോടാണോ, ഏത് അഭിപ്രായത്തിനോടാണോ യോജിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നല്ല രസാണ്. എന്താണെന്ന് വെച്ചാൽ 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഈ സ്റ്റേറ്റ് ജനറൽ ഉള്ളത്. ഒന്നാമത്തെ എസ്റ്റേറ്റ്, രണ്ടാമത്തെ എസ്റ്റേറ്റ്, മൂന്നാമത്തെ എസ്റ്റേറ്റ്. വോട്ടിങ്ങിലൂടെയാണ് കാര്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഇവര് തീരുമാനിക്കാൻ പോകുന്ന കാര്യം എന്താണ്? പുതിയൊരു ടാക്സ് കൂടി ഈ ജനങ്ങളെ എൻഫോഴ്സ് ചെയ്യിക്കുക, അല്ലെ, അടിച്ചേൽപ്പിക്കുക എന്നതാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ 2 എസ്റ്റേറ്റിന് എന്തുണ്ടാവും? ഒരു പ്രശ്നവും ഉണ്ടാവില്ല, നികുതിയല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യാനേ. വോട്ടിങ്ങിലൂടെ കാര്യം നടപ്പിലാക്കുമ്പോ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് വോട്ടിംഗ്, അല്ലെ. അപ്പൊ ആദ്യത്തെ 3 എസ്റ്റേറ്റ് ആണ്, 3 വോട്ട് മാത്രമേ സ്റ്റേറ്റ് ജനറൽ ഉള്ളൂ. ആദ്യത്തെ 2 എസ്റ്റേറ്റ് എന്തിനു സപ്പോർട്ട് ചെയ്യും? രാജാവ് പറയുന്ന തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യും. കാരണം അവർക്ക് നികുതി അതായത് നികുതി രാജാവ് വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും അവര് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യാ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ?
അപ്പൊ അവരതിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യാം. മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്യും? പെടും അല്ലെ? ഭൂരിപക്ഷം ഇല്ല, ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ അവരെ സപ്പോർട്ട് ചെയ്യാന്. അപ്പൊ ഭൂരിപക്ഷം ഇല്ല എന്നും പറഞ്ഞാണ്ട് ഇവരെന്ത് ചെയ്യും? ആ രാജാവ് തീരുമാനിച്ച കാര്യം അംഗീകരിക്കേണ്ട അവസ്ഥയായിരിക്കും വരിക. ഇതുവരെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോയിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റ് പ്രതികരിച്ചു. കുറെ കാലമായില്ലേ സഹിക്കുന്നത്, അപ്പൊ ഇനി പ്രതികരിക്കാനേ പറ്റുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുകയും, കാരണം ഇവർക്ക് ഒരുപാട് തിങ്കേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ തിങ്കേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്, ഇവർ ഒരുപാട് തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ രാജ്യം വളരെ ഇക്കണോമിക് ക്രൈസിസിലൂടെ കടന്നു പോവാണ്. കൃഷിനാശം, വരൾച്ച, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഈ കർഷകരെടുത്ത് നോക്കുക, നികുതി വാങ്ങിക്കുമ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി കൃഷിയൊക്കെ നശിച്ചു കിടക്കാണ്. അപ്പൊ ഇവർ പ്രതികരിച്ചിട്ട് ഇനിയും പ്രതികരിക്കാതെ നോക്കിക്കാൻ ഇവരെ കൊണ്ട് പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് ജനങ്ങൾ എന്ത് ചെയ്തു? മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ എന്ത് ചെയ്തു? അവരൊരു ആവശ്യം പറഞ്ഞു. അതായത് ഭൂരിപക്ഷമുള്ള, അതായത് വോട്ടിങ്ങിലൂടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഭൂരിപക്ഷാടിസ്ഥാനത്തിലാണ് വോട്ടിംഗ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നല്ലാതെ ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് എന്നൊരു സമ്പ്രദായം നടപ്പിലാക്കണം എന്ന് ആരാവശ്യപ്പെട്ടു? രാജാവിനോട് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ ആവശ്യപ്പെട്ടു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ 2 എസ്റ്റേറ്റ് എന്താണ്? വളരെ ചുരുങ്ങിയ വിഭാഗം ആൾക്കാർ മാത്രമേ, മെമ്പേഴ്സ് മാത്രമേ ആദ്യത്തെ 2 എസ്റ്റേറ്റിലുള്ളൂ. മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഈ സൊസൈറ്റിയിലെ, സമൂഹത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു വോട്ടിംഗ് സിസ്റ്റം നടപ്പിലാക്കുകയാണെങ്കിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് വിജയിക്കോ തോൽക്കോ? നിങ്ങളുടെ അഭിപ്രായം എന്തേ? ഓരോ ആൾക്കാർക്കും ഓരോ വോട്ട് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ എസ്റ്റേറ്റുള്ള ആൾക്കാരല്ലേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കൂടുതൽ ആൾക്കാർ ഉണ്ടാവുന്നത് അല്ലേ? അല്ലേ? പറയുന്ന മനസ്സിലാവുന്നില്ലേ? മൂന്നാമത്തെ ആ, അപ്പോ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാകുന്ന സമയത്ത് വോട്ടിങ്ങിലൂടെ ഓരോ വ്യക്തിക്കും, അതായത് ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നത് മാറ്റിയിട്ട് ഓരോ വ്യക്തിക്കും, ഓരോ എസ്റ്റേറ്റിലുള്ള ഓരോ വ്യക്തിക്കും ഓരോ വോട്ട് വേണം എന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ആവശ്യപ്പെട്ടു. അപ്പൊ രാജാവ് അതിനോട് യോജിച്ചില്ല. അങ്ങനെ രാജാവും ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരും ഈ പാർലമെന്റിൽ വെച്ചിട്ട്, അല്ലെ സ്റ്റേറ്റ് ജനറൽ വെച്ചിട്ട് ക്ലാഷ് ആയി, അടിയായി. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? അടുത്തുള്ള, അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാരെ ഞങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു? അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ട് സമ്മേളിച്ചു. ടെന്നീസ് കോർട്ട്, അതായത് ടെന്നീസ് കോർട്ട്, ടെന്നീസ് കളിക്കുന്ന ഗ്രൗണ്ട് ഉണ്ടാവല്ലോ, കോർട്ട് ഉണ്ടാവല്ലോ, അവിടെ പോയിട്ട് സമ്മേളിച്ചു കണ്ട് അവര് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഞങ്ങൾക്ക് പുതിയൊരു ഭരണഘടന വേണം, ഫ്രാൻസ് റിപ്പബ്ലിക് ആണ്, ഞങ്ങൾ ഇനി ഇങ്ങനെ ഭരിച്ചാൽ പറ്റില്ല, ഞങ്ങൾ ഇതേപോലെയുള്ള അസമത്വങ്ങൾ കുറെ കാലങ്ങളായിട്ട് അനുഭവിക്കുകയാണ്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഞങ്ങൾക്ക് എഴുതപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭരണഘടന വേണം, റിപ്പബ്ലിക് ആവണം, അതേപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ ഓട്ടോക്രാറ്റിക് റൂളിംഗ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടുന്ന് എന്ത് ചെയ്തു? ഒരു പ്രതിജ്ഞ എടുത്തു. എവിടെ വെച്ചിട്ടാണ് പ്രതിജ്ഞ എടുക്കുന്നത്? ഈ സ്റ്റേറ്റ് ജനറൽ ആയിട്ടുള്ള പാർലമെന്റ് ബഹിഷ്കരിച്ചുകൊണ്ട് അവരടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ പോയിട്ട് സമ്മേളിച്ചിട്ട് അവിടുന്ന് എടുത്ത പ്രതിജ്ഞകളാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രതിജ്ഞയെ ടെന്നീസ് കോർട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ടെന്നീസ് കോർട്ട് ഓത്ത് എന്താണെന്ന് ക്ലിയർ ആയോ? ഞാൻ സ്ക്രീന് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീന് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കേ. അതായത് പൂർവൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ എന്നിവർ നയിച്ച ആഡംബരപൂർവമായിട്ടുള്ള ജീവിതം, ധൂർത്ത്, യുദ്ധം, കൃഷിനാശം, സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സഹായിച്ചത്,
തുടങ്ങിയവ ഫ്രാൻസിലെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. പുതിയ നികുതി ചുമത്താൻ ആയി 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. ജനപ്രതിനിധി സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ പാർലമെന്റ് വിളിച്ചുകൂട്ടി എന്നാണ്. അപ്പൊ സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റേറ്റ് ജനറലിൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടു. ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണം. രാജാവ് എങ്ങനെയാ തീരുമാനിക്കുന്നത്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വേണം എന്ന രീതിയിലാണ്. പക്ഷെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എങ്ങനെയാണ് ആവശ്യപ്പെട്ടത്? ഓരോ അംഗത്തിനും ഓരോ വോട്ട്. സ്റ്റേറ്റ് ജനറലിലെ ഓരോ അംഗത്തിനും, ഓരോ സ്റ്റേറ്റിലുള്ള ഓരോ അംഗത്തിനും എന്ത് വേണം? ഓരോ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. Luxurious life and squatters of the Bourbon kings, clergy and lords of the frequent war they waged, along with the frequent spells, drought and crop failure, brought France to the brink of ബാങ്ക്രപ്റ്റി. അതായത് ഒരുപാട് കടബാധ്യതകളും അതേപോലെ തന്നെ ഈ നാച്ചുറൽ കലാമിറ്റീസ് ആയിട്ടുള്ള ക്രോപ്പ് ഫെയിലിയറും ഇതൊക്കെ ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ ബൂർബൻ കിങ്സിന്റെ ആഡംബരമായിട്ടുള്ളതും ലക്ഷ്യൂറസ് ആയിട്ടുള്ള ലൈഫ്, സ്ക്വാണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ധൂർത്ത്, ഇതൊക്കെ എന്ത് ചെയ്തു? ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കിയ ഒരു അവസ്ഥയായിരുന്നു. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. അതായത് സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ആ ഒരു സമയത്ത് അമേരിക്കയെ സഹായിച്ചതും, യുദ്ധത്തിൽ അമേരിക്കയെ സഹായിച്ചതും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ പ്രതിസന്ധിയിലാവാനുള്ളൊരു കാര്യത്തിലോട്ട് പോവുകയാണ് ചെയ്തത്. The levy new taxes upon commerce. Louis XVI summoned the State General, the Legislative Assembly of the representative from all the 3 estates in 1789. അതായത് 1789 ലൂയിസ് 16 എന്ത് വിളിച്ചുകൂട്ടി? ഈ സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെന്റ് അസംബ്ലി വിളിച്ചുകൂട്ടി. ഇതിൽ ഓരോ റെപ്രസെന്റേറ്റീവ്സും പങ്കെടുക്കണമായിരുന്നു. Similar to the French society, the State General also have 3 estates. അതായത് ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? 3 എസ്റ്റേറ്റുകളായിട്ടാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്ന പാർലമെന്റ് അസംബ്ലിയിലും എന്തായിരുന്നു ഉണ്ടായിരുന്നത്? 3 എസ്റ്റേറ്റുകളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു വോട്ടിംഗ് സിസ്റ്റത്തിൽ അവിടെ എന്തായി? വോട്ടിങ്ങിന്റെ കാര്യത്തില് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരും അതേപോലെ തന്നെ ആരും തർക്കത്തിലായി? ലൂയി 16 കാലത്താണ് ഈ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത്. ലൂയി 16 കാലത്താണ്. അപ്പൊ ലൂയി 16 മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള സാധാരണക്കാരായ ജനങ്ങളും തമ്മിൽ എന്തായി? പ്രശ്നങ്ങളായി, തർക്കങ്ങളായി. ഈ തർക്കങ്ങൾക്കൊടുവിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് സ്വയം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ ഞങ്ങൾ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. ഈ ഒരു പ്രതിജ്ഞയാണ് എന്തറിയപ്പെടുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എപ്പോഴാണ് നടക്കുന്നത്? 1789 നടക്കുന്നത്. 1789 ജൂലൈ 14 അപ്പോ ആ ഒരു പ്രതിജ്ഞയിൽ അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്നൊരു മുദ്രാവാക്യമായിരുന്നു അമേരിക്കക്കാരുടേത്. പക്ഷെ ഇവിടെ എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ ഒരു മുദ്രാവാക്യമാണ് ഈ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അവര് എന്ത് ചെയ്തു? ഈ ഫസ്റ്റ് ആയിട്ട് അവര് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് ആയിട്ട് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ഈ എന്തായിരുന്നു? ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെ? ബോസ്റ്റൺ തേയില സൽക്കാരത്തോട് കൂടിയിട്ടാണ് അമേരിക്കൻ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? കടലിലോട്ട് വലിച്ചെറിഞ്ഞിട്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രഞ്ച് വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്യാണ്? ഫ്രാൻസിന്റെ
ഒരു ബാസ്റ്റൽ ജയിൽ, ഒരു ജയില് തകർത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, വിപ്ലവം ആരംഭിക്കുന്നത്. ബാസ്റ്റൽ ജയില് ആക്രമിച്ചുകൊണ്ടാണ് വിപ്ലവം ആരംഭിക്കുന്നത്. മനസ്സിലായോ? ബാസ്റ്റൽ ജയിൽ ആക്രമിച്ചുകൊണ്ടാണ് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റ് ടീച്ചറെ സ്കൂളിലത്തെ ക്ലാസ് തുടങ്ങി. സമയമായോ? ശ്രദ്ധിച്ചു. ഓക്കെ, എന്നാ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോ നമ്മൾ ഇന്ന് ടെന്നീസ് കോർട്ട് ഓത്ത് വരെയാണ് പഠിച്ചത്. അപ്പൊ ടെന്നീസ് കോർട്ട് ഓത്ത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കാം. ഫസ്റ്റ് ആയിട്ട് നടന്നത് ടെന്നീസ് കോർട്ട് ഓത്ത്, അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെന്നീസ് കോർട്ട് ഓത്ത് നടക്കുന്നത് 1789 ജൂലൈ 14 അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് ഫൈൻഡ് അപ്പ് ചെയ്യാം.